ഇതെനിക്കൊരു എക്സ്ട്രാ സ്പെഷ്യൽ പടമാണ്. കാരണം ഭാവനയുടെ ഒരു പ്രൊഡക്ഷൻ ഇൻവോൾവ്മെന്റും കൂടി പടത്തിലുണ്ട്. അത്രയും സന്തോഷമുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, ഷെബിനും അർജുനും. കാത്തിരിപ്പിനൊടുവിലായി അനോമി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അഭിമുഖങ്ങളിലൂടെയായി സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവച്ച് ഭാവന എത്തിയിരുന്നു. പ്രൊമോഷണൽ പരിപാടികളിലെല്ലാം താരം സജീവമായി പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും സിനിമ ഇഷ്ടമായോ എന്നായിരുന്നു ഭാവന ചോദിച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരോടും പറയുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾക്ക് സൂപ്പർ സ്റ്റാർസ് ഒന്നും ഇല്ല എന്നായിരുന്നു ഭാവന പറഞ്ഞത്. ആര് പറഞ്ഞു എന്നായിരുന്നു മഞ്ജു വാര്യരുടെ ചോദ്യം. സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എത്തിയല്ലോ എന്നായിരുന്നു സംവിധായകനായ റിയാസ് പറഞ്ഞത്. സിനിമ തന്നെയല്ലേ സൂപ്പർ സ്റ്റാർ. സിനിമയുടെ കണ്ടന്റും ഇൻട്രസ്റ്റിംഗായിട്ടുള്ള ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇത് റിയാസിൻ്റെ ആദ്യ സിനിമയാണെന്നത് അത്ഭുതം തോന്നുന്ന കാര്യമാണ്. ഞങ്ങൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്. സിനിമ ഫോട്ടോഗ്രാഫിയും മ്യൂസിക്കും കമ്പ്യൂട്ടർ ഗ്രാഫിക്സുമൊക്കെ നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ഇതെനിക്കൊരു എക്സ്ട്രാ സ്പെഷ്യൽ പടമാണെന്ന് പറഞ്ഞ് ഭാവനയെ ചേർത്ത് പിടിക്കുകയായിരുന്നു മഞ്ജു വാര്യർ. ഭാവനയുടെ പ്രൊഡക്ഷൻ ഇൻവോൾവ്മെൻറ്റും കൂടിയുണ്ട് ചിത്രത്തിൽ. അഭിനേതാക്കളെല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് തന്നെ ഈ സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭാവനയെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. മഞ്ജുവുമായി പ്രത്യേകമായ അടുപ്പമുണ്ട് ഭാവനയ്ക്ക്. ഒന്നിച്ച് അഭിനയിച്ചില്ലെങ്കിലും വർഷങ്ങളായ അടുത്ത സൗഹൃദമുണ്ട്. ആവശ്യഘട്ടങ്ങളിലെല്ലാം ഭാവനയുടെ കൂടെ മഞ്ജുവും ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ചേച്ചിയുടെ ആരാധികയായിരുന്നു. സിനിമയിൽ വന്ന സമയത്താണ് ഞങ്ങൾ സുഹൃത്തുക്കളായത്. ഇടയ്ക്ക് ചില ഇവൻറ്റുകളിലും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു. വിശേഷാവസരങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ആശംസ അറിയിക്കാറുണ്ട്. റിലീസിന് മുന്നേ തന്നെ ഭാവനയെ കാണാനായി മഞ്ജു എത്തിയിരുന്നു. റിലീസിൻ്റെ ടെൻഷനിലാണോ എന്ന് ചോദിച്ചപ്പോൾ ചെറുതായിട്ടെന്നായിരുന്നു ഭാവന പറഞ്ഞത്. ഞാനും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ട്രെയിലർ കണ്ടിരുന്നു. നിൻ്റെ ലുക്ക് വളരെ നന്നായിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു കാണാൻ. ഞാൻ അന്ന് തന്നെ മെസ്സേജ് അയച്ചിരുന്നില്ലേ. പ്രൊമോഷനിലും അഭിമുഖങ്ങളിലുമെല്ലാം നിൻ്റെ ലുക്ക് ഗംഭീരമായിരുന്നുവെന്നും അന്ന് ഭാവനയോട് മഞ്ജു പറഞ്ഞിരുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടമാവും. നമ്മൾ സ്ട്രേഞ്ചർ തിങ്സ് ഇഷ്ടപ്പെടാറില്ലേ? അങ്ങനെയൊരു എലമെൻറ്റ് അനോമിയിലും ഉണ്ട്. എന്തായാലും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ചിത്രം. സാറ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ താൻ അവതരിപ്പിക്കുന്നതെന്നും ഭാവന വ്യക്തമാക്കിയിരുന്നു. നാളുകൾക്ക് ശേഷമാണ് താൻ ഇങ്ങനെയൊരു വേദിയിലേക്ക് എത്തിയതെന്നും അന്ന് ഭാവന പറഞ്ഞിരുന്നു.